ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായാണ് പോറ്റി SITക്ക് മുന്നിലെത്തിയത്. ഹരിമോഹനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ഹരി, പോറ്റിയുടെ നീക്കങ്ങൾ ഉൾപ്പെടെ SIT നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലുണ്ടായോ അതോ ഹാജരായി മടങ്ങിയോ? വിശദാംശങ്ങൾ എന്താണ്? ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ സമയത്ത് തന്നെ, അതായത് ജാമ്യ വ്യവസ്ഥയിലുള്ള 10 മണി മുതൽ 12 മണി വരെയുള്ള ഒരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ പോറ്റി ഇന്ന് SITയുടെ ഇഞ്ചക്കലിലുള്ള ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ഹാജരായി അല്പസമയം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെലവഴിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഒന്നും തന്നെ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ SIT എത്തുകയായിരുന്നു. ഇന്നലെയും സമാനമായിരുന്നു അവസ്ഥ. ഇന്നലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ D സുധീഷ് കുമാറും ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി ഹാജരായിരുന്നു. ഇന്ന് പോറ്റി ഹാജരായി. അവിടെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് പോറ്റി 12 മണിയോടുകൂടി മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ കൃത്യമായി റഡാറിൽ നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ SIT ചെയ്യുന്നത്. ആരെയൊക്കെ കാണുന്നുണ്ടെന്നോ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടെന്നോ അടക്കമുള്ള വിവരങ്ങളെല്ലാം തന്നെ SIT ശേഖരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോളുകളെല്ലാം തന്നെ നിരീക്ഷണത്തിലാണ്. അതായത് എന്തെങ്കിലും നിലയിൽ സാക്ഷികളെ സ്വാധീനിക്കുന്നത് അടക്കമുള്ള ശ്രമങ്ങൾ പോറ്റിയിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് SIT പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ സമാന്തരമായി എത്രയും വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ വിശദമായി രേഖപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ഇതെല്ലാം ഉണ്ടാകും. എപ്പോഴായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക, ഏതുവരെ എത്തി, അതിന്റെ നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ VSSയിൽ നിന്ന് ശാസ്ത്രീയ പരിശോധന നടത്തിയതിന്റെ അന്തിമ ഫലം വരും. ആ ഫലം കൂടി ഉൾപ്പെടുത്തിയ ശേഷമാകും കുറ്റപത്രം, ഒരു ഇടക്കാല കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ട് മാർച്ച് ആദ്യവാരത്തോടുകൂടി സമർപ്പിക്കുക. വിനീത, ശരി, വ്യക്തമാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ EDക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. കേസിൽ ED ചോദ്യം ചെയ്യുന്ന രണ്ടാമത്തെ ആണ് ശ്രീകുമാർ. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെയും ED ഉടൻ ചോദ്യം ചെയ്യും. സജോ ദേവസ്യാണ് ചേരുന്നത്. സജോ, ശ്രീകുമാറിന്റെ ചോദ്യം ചെയ്യൽ എത്രത്തോളം നിർണായകമാണ്? പോറ്റിയെയും ഉടൻ സമൻസ് നൽകി വിളിക്കുമല്ലേ? വിനീത, ഇന്ന് കഴിഞ്ഞ ദിവസമാണ് പോറ്റി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. EDയുടെ പ്രധാന ലക്ഷ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക. അതുവഴി പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ സ്വർണ്ണക്കൊള്ളയിലെ SIT കണ്ടെത്തലുകൾക്കും അപ്പുറത്തേക്ക് ഇതിനകത്ത് നടന്ന ശബരിമല ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് നടന്ന സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേട്, കൂടാതെ ഇതിൽ ഇപ്പോൾ തന്നെ സംശയമുന്നിലുള്ള വലിയ റാക്കറ്റ്, ഇതിന് പുറത്തേക്ക് SITയുടെ റഡാറിന് പുറത്തേക്ക് അടക്കമുള്ള ആളുകളിലേക്ക് എത്തുക, അതിലേക്ക് പോവുക എന്നാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ കേസിന്റെ ഒരു സവിശേഷത, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന് ജാമ്യം ലഭിച്ചത് സ്വാഭാവിക ജാമ്യമല്ല. അദ്ദേഹം ഈ മഹസറിൽ ഒപ്പിട്ടതടക്കം പരിഗണിച്ചാണ് അദ്ദേഹം അറസ്റ്റിലായതും പിന്നീട് ജാമ്യം ലഭിച്ചതും. അതുകൊണ്ട് അവിടുത്തെ മറ്റ് ഇടപാടുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടുക എന്ന ലക്ഷ്യമാണ്. രണ്ടാമത്തെ ആളെയാണ് ചോദ്യം ചെയ്യുന്നത്. തുടർന്ന് അടുത്ത നടപടിയാണ് ഇനി നിർണായകം. ശരി, സജോയാണ് വിശദാംശങ്ങൾ നൽകിയത്.